ഹലോ, ഏവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെക്കുറിച്ചാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഞാൻ നേരത്തെ ഈ പരീക്ഷാ ക്രമക്കേടുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം അങ്ങനെ നമുക്ക് ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് കുറച്ച് ഗൗരവ സ്വഭാവത്തിലേക്ക് പോകുമെന്ന് അന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ വന്നു. അത് ഇതിപ്പോ ഒരാളുടെ ഒബ്സർവേഷൻ എന്നല്ല, പലരുടെയും നിരീക്ഷണം അത് തന്നെയായിരുന്നു. ഗൗരവ സ്വഭാവത്തിലേക്ക് എത്തി. പക്ഷെ പലരും കണ്ടത് ഈ പാറ്റകളെ, കൂറകളെ എന്തെങ്കിലും ഒരു സ്പ്രേ അടിച്ചാൽ പോകുന്ന കൂറകൾ അത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പ്ലാറ്റ്ഫോം, അതിന് കവിഞ്ഞ് കാര്യമൊന്നുമില്ല എന്ന നിലയിലാണ് കണ്ടത്. പക്ഷെ അങ്ങനെയല്ല. ഇത് അടച്ചു വെച്ചിരുന്ന മർദ്ദം കൂടിയത്, ആ മർദ്ദം റിലീസ് ചെയ്യപ്പെടുകയാണ്. അപ്പോ അത് എന്ത് ചെയ്യും? ബോയിൽ ഔട്ട് ചെയ്യും. അങ്ങനെയാണ്. ഇത് ഇപ്പോ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, സോനം മഞ്ജുക്ക് ലഡാക്കിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ, പരിസ്ഥിതി പ്രവർത്തകൻ, അദ്ദേഹം നിരാഹാരം പിൻവലിച്ചു. വിദ്യാർത്ഥി പ്രതിനിധികൾ നേരത്തെ പിൻവലിച്ചു, 2 ദിവസം മുൻപേ. മറ്റുള്ളവരുടെ അഭ്യർത്ഥന മാനിച്ച്, സോനം മഞ്ജുക്കിന്റെ ഉൾപ്പെടെയുള്ളവരുടെ അഭ്യർത്ഥന മാനിച്ച് അവർ പിൻവലിച്ചു. അപ്പോ കാരണം ഈ നിരാഹാരം കൊണ്ട് ഏറ്റുമുട്ടാവുന്ന ഒരു രീതിയല്ല കണ്ടത്. അതുകൊണ്ടാണ്. അപ്പോ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇത് കെട്ടടങ്ങി എന്ന മട്ടിലാണ് ഇന്ന് രാവിലെ വാർത്തകൾ കൊടുത്തത്. പക്ഷെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കാര്യങ്ങൾ മാറി എന്ന് അവരും കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ചർച്ചയുണ്ടായിരുന്നു. ചർച്ചയിൽ വളരെ ഉപരിപ്ലവമായ 2 കാര്യങ്ങൾ. അതായത് ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടിനെ ചൊല്ലി മനംനൊന്ത് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് വീട്ടിന് കോമ്പൻസേഷൻ കൊടുക്കും. പിന്നെ ഇപ്പോഴത്തെ കേസുകൾ അവര് അനുഭാവപൂർവ്വം പരിഗണിക്കുള്ളൂ എന്ന് ചില ഉറപ്പുകൾ കൊടുത്തു. ഇത് രണ്ടും ഇതിനായിട്ടല്ലല്ലോ ഈ സമരം ഉണ്ടായത്. സമരക്കാരുടെ പ്രധാന ആവശ്യം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതായിരുന്നു. അതിനോട് ഇതുവരെ പോസിറ്റീവായി പ്രതികരിച്ചില്ല. ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. ചില ദിവസങ്ങൾക്കുള്ളിൽ പറയാം എന്ന് പറഞ്ഞു എന്നാണ് നമ്മളെ മാധ്യമങ്ങളിൽ നിന്ന് വാർത്തകൾ കണ്ടത്. അതാണ് സ്ഥിതി. ഇനി ചോദിക്കുന്ന ഒരു ചോദ്യം, നീറ്റ് പരീക്ഷ ഒരു പരീക്ഷയിൽ ഉണ്ടായി, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു, രണ്ടാമത് പരീക്ഷ നടത്തി, ഇനി എന്താണ് വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിച്ചാൽ പ്രശ്നം തീരുമോ എന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത്. പക്ഷെ ആ ചോദ്യത്തിന് അർത്ഥം ഇല്ല. കാരണം ഇത് ഒരു പരീക്ഷയല്ല. NTA എന്ന് പറയുന്ന ഏജൻസി നടത്തിയ 2024 ഇതേ പരീക്ഷയ്ക്ക്, മെഡിക്കൽ എൻട്രൻസ് നീറ്റ് പരീക്ഷയ്ക്ക് ക്രമക്കേടുണ്ടായി, വലിയ കേസുണ്ടായി. ബീഹാറിലും മറ്റു പല സ്റ്റേറ്റുകളിലുമാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. വലിയ കേസുകൾ ഉണ്ടായിട്ട് എന്ത് സംഭവിച്ചു? ചില പ്രതികൾ ഒളിവിൽ പോയി. അങ്ങനെ ഒളിവിൽ പോയിരുന്ന ഒരു പ്രതിയെ കുറച്ച് കഴിഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തു. 2020. അദ്ദേഹത്തിന്റെ പേര് സഞ്ജീവ് മുഖ്യ എന്നാണ്. ഇന്ന് എന്ത് വന്നിരിക്കുന്നു? അദ്ദേഹത്തിന്റെ പേരിൽ തെളിവുകളൊന്നുമില്ല എന്ന് CBI പറഞ്ഞിരിക്കുന്നു. അതാണ് ഇന്നത്തെ സ്ഥിതി. അന്ന് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളുണ്ട്. സഞ്ജീവ് മുഖ്യ എന്ന് പറഞ്ഞാൽ ഗ്രാമമുഖ്യ എന്നുള്ള അർത്ഥത്തിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് യഥാർത്ഥത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഗ്രാമമുഖ്യ എന്നുള്ളത്. അത് ആ പേരിൽ നിന്ന് ഇദ്ദേഹം അറിയപ്പെടുന്ന അങ്ങനെയാണ്. ഇദ്ദേഹം മറ്റു പല പരീക്ഷകളിലെയും ക്രമക്കേടുകളിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. നേരത്തെ തന്നെ ഒരു പരീക്ഷാ റാക്കറ്റ് നടത്തി പോരുന്ന ആളാണ് എന്ന് വേണം പറയാൻ. അപ്പോ ഇദ്ദേഹത്തിന്റെ നേർക്ക് തെളിവില്ല എന്നാണ് ഇന്ന് വന്നത്. അപ്പോ നമ്മൾ ഈ പറയുന്ന ഉറപ്പിനൊക്കെ എന്താണ് അർത്ഥം? 2024 ഉണ്ടായ കാര്യമാണ്. നീറ്റിൽ മാത്രം. ഇനി UGC നെറ്റില് പ്രശ്നമുണ്ടായി. കുവറ്റ് എന്ന് പറയുന്ന പരീക്ഷ, കേന്ദ്ര സർവകലാശാലയിലേക്കുള്ള UG PG, അതായത് BA BSc MA MSc കോഴ്സുകളിലേക്കുള്ള പ്രവേശനം കേന്ദ്ര സർവകലാശാലകൾ, അതില് പ്രശ്നമുണ്ടായി. IIT JEE മെയിൻ, അത് ഇവർ കുറച്ചു കാലേ ആയിട്ടുള്ള ഏറ്റെടുത്ത്, അതിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത പരീക്ഷകളില്ല. ഇവര് 8 വർഷം കൊണ്ട് എത്രയോ 220 പരീക്ഷകൾ, 6 കോടിയിലധികം കാൻഡിഡേറ്റ്സ് അപ്പിയർ ചെയ്ത് പരീക്ഷകൾ നടത്തുകയാണ്. പക്ഷേ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എല്ലാ പരീക്ഷകൾക്കും താറുമാറാകുന്ന സ്ഥിതി. അപ്പൊ ഇത് പല പല പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വന്ന ഒരു പോയിന്റിലാണ് ഇത് സംഭവിച്ചതെന്ന് ആലോചിക്കുക. ഇനി NDA കുറിച്ച് ആലോചിച്ചാല് അവർക്ക് ആകെ എത്ര എംപ്ലോയീസ് ആണുള്ളത്? 39 പേര്. അതില് 14 വേക്കൻസിയാണ്. 25 പേരേ ഉള്ളൂ ഇപ്പോ. അത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന്, കേന്ദ്ര ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ എത്തിയിട്ടുണ്ട്. വേറെ പെർമനന്റ് എംപ്ലോയീസ് ആരുമില്ല. ഇന്ന് പാർലമെന്റിൽ കൊടുത്ത മറുപടിയാണ്.
73 കരാർ ജീവനക്കാർ. പിന്നെ ഔട്ട്സോഴ്സ് ചെയ്ത കമ്പനികളിൽ നിന്നുള്ള കുറച്ച് 160 170 ജീവനക്കാരുമാണ് ഇവരുടെ സംവിധാനത്തിൽ ഉള്ളത്. ഇത് വെച്ചിട്ടാണ് ഇനി ഇതിന്റെ ഏജൻസിയുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞ ഒരു സ്വാശ്രയ സ്വയംഭരണ സമിതി എന്നാണ്. ഒരു സൊസൈറ്റി പോലൊക്കെയാണ്, ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണമല്ല എന്ന് വളരെ വ്യക്തം. ഇതാണ് അതിന്റെ സ്ഥിതി. ഇവരാണ് ഇത്രയധികം പരീക്ഷകൾ നടത്തുന്നത്. ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഏജൻസികൾ അവരുടെ സൗകര്യപൂർവ്വമാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് തന്നെ ഒരുപാട് കേന്ദ്രങ്ങൾ കിട്ടുന്നത് വേറെ പല ദിക്കിലുമായിരിക്കും കിട്ടുന്നത്. ഒരാൾ ചോദിക്കുന്നിടത്തൊന്നുമല്ല കിട്ടുന്നത്. കാരണം ഇവരാണ് ഇവരൊക്കെ അലോട്ട് ചെയ്യുമ്പോഴൊക്കെ പ്രോഗ്രാമിലുള്ള തെറ്റായിരിക്കാം, മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് അല്ല. ഇനി ഒരു നഗരത്തിൽ തന്നെ, കേരളത്തിൽ തന്നെ പരാതികൾ വന്നല്ലോ, ഒരു നഗരത്തിൽ തന്നെ പരീക്ഷാ കേന്ദ്രം എന്ന് പറയുന്നത് ആ നഗരകേന്ദ്രത്തിലെ വിദ്യാലയങ്ങളിലാവില്ല, അതിന് പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഉള്ള പലയിടത്തുമായിരിക്കും. വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലാത്ത വിദ്യാലയങ്ങളിൽ. കാരണം ഇത് കിട്ടാനുള്ള എളുപ്പവും അത് അവിടെ അവർക്ക് കൊടുക്കേണ്ട ലാഭം പരിപാടിയാണ്. അതുകൊണ്ടാണ് അത് സബ്ലെറ്റ് ആണ്, ലെറ്റ് സബ്ലെറ്റ്, ഇതാണ് പരിപാടി. ഒരു വളരെ ഗൗരവ സ്വഭാവമുള്ള ദേശീയ പ്രാധാന്യമുള്ള പരീക്ഷകളെ കൈകാര്യം ചെയ്യുന്ന രീതിയാണിത്. ഇവിടെയെല്ലാം ഒരു കൂട്ടർക്ക് വേണ്ടപ്പെട്ടവരെയാണ് ഇവിടെയെല്ലാം വെച്ചിരിക്കുന്നതെന്നുള്ള ആരോപണങ്ങൾ നിറഞ്ഞു നിൽക്കും. സംഘപരിവാറുമായിട്ട് അടുത്ത് നിൽക്കുന്നവർക്കാണ് ഇതെല്ലാം കിട്ടുന്നതെന്നുള്ള ആരോപണങ്ങൾ നിറഞ്ഞു നിൽക്കും. അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മീഡിയ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. ഇൻഡിപെൻഡന്റ് മീഡിയ നമ്മുടെ നാട്ടിൽ ഇല്ല എന്നത് വേറൊരു കാര്യം. ഇതാണ് ഈ പരീക്ഷാ ഏജൻസി. CBSE പരീക്ഷ എടുക്കുക, അത് പരീക്ഷ പേപ്പർ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കണ്ട് വാല്യൂ ചെയ്യുന്നത്. ഇത് പരീക്ഷണാർത്ഥം ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അത് വിജയിപ്പിച്ച് ഒക്കെ സ്പ്രെഡ് ചെയ്യുകയല്ല ചെയ്തത്. കാരണം സ്ഥിരം പേപ്പറിൽ വാല്യൂ ചെയ്തുകൊണ്ടിരുന്നവർ സ്ക്രീനിൽ നോക്കി മാർക്ക് ഇടുമ്പോൾ എന്തായാലും അതിൽ ചിലപ്പോൾ പേജ് മറിയിക്കുന്നതിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വഴിയുണ്ടെന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, സ്കാന് പെർഫെക്റ്റ് ആവണമെന്നില്ല. ഇനി സ്കാൻ ചെയ്യുന്ന ഏതാണ്? ഒരു ഏജൻസി ഏൽപ്പിച്ചിരിക്കുകയാണ്, ബ്ലൂംബർഗ്. അവിടുത്തെ എംപ്ലോയീസ് ആണ്, അവരുടെ കരാർ എംപ്ലോയീസ് ആയിരിക്കും ഈ സ്കാൻ ഏജൻസിയുടെ കരാർ എംപ്ലോയീസ്. അവർക്കുണ്ടാകാവുന്ന ഗൗരവം, ഉത്തരവാദിത്വം എത്രത്തോളം ഉണ്ടാവും? അതാണ് പേജുകൾ മിസ് ചെയ്തു, പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയെന്ന് ധാരാളം പരാതികൾ ഉണ്ടാവുകയും ഒരുപാട് കുട്ടികൾ വലിയ മനക്ലേശത്തിലൂടെ പോവുകയും ചെയ്യുകയും ചിലർ 3 കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയും ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നത് വിദ്യാർത്ഥികളാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു ഈ പരീക്ഷാ സംബന്ധിയായി തന്നെ വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ ഇതിൽ പുറത്ത്. വെറും ഒരു നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞതിനെ ചെറുതാക്കേണ്ട കാര്യമില്ല. അതാണ് ഒരു കാര്യം. 2, ഈ പ്രക്ഷോഭത്തിന്റെ ഒരു നിദാനം ഉണ്ടായത് ഇന്ത്യയുടെ ബഹുമാന്യനായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ, ആദരണീയനായ ചീഫ് ജസ്റ്റിസിന്റെ ഒരു പ്രസ്താവന. ഈ വിവരാവകാശ നിയമം ഉപയോഗിച്ചും മറ്റ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനും ഒക്കെ കൊടുത്ത് ഇത്തരം കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ നടക്കുന്ന ചെറുപ്പക്കാര് പണിയില്ലാത്ത പാറ്റകളാണ് എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ പാറ്റയായി രൂപാന്തരം പ്രാപിച്ച മെറ്റാമോർഫോസിസ് എന്ന ഫ്രാൻസ് കാഫ്കയുടെ പ്രശസ്തമായ നോവലൊക്കെ ഉണ്ട്, കഥയൊക്കെ ഉണ്ട്. ഈ കുട്ടികളെ കാറ്റകൾ എന്ന് വിളിച്ചു. അത് വളരെ ഹർട്ടിങ് ആയ ഒരു സംഗതിയായിട്ട് ആ ജനറേഷൻ ഏറ്റെടുത്തു. അപ്പോ അവർ ഏറ്റെടുത്തിട്ടുണ്ട്, അവരെ ചങ്കിൽ കൊണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ആ സമയത്ത് പറഞ്ഞത് ഇത് പ്രക്ഷോഭം അങ്ങനെ പെട്ടെന്ന് അമർത്താൻ പറ്റില്ല. ഇനി പ്രക്ഷോഭം തുടങ്ങിയപ്പോഴോ ഇത് മാത്രമല്ല കാരണങ്ങള്, അതൊക്കെ ഒരു ടിപ്പിംഗ് പോയിന്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണമൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പറയുന്നത് അവസാനം രാജ്ഞി ചോദിക്കുന്നു, അവരെന്തിനാ ബഹളം ഉണ്ടാക്കുന്നത്? റൊട്ടി ഇല്ലാഞ്ഞിട്ടാണ്, ബ്രെഡ് ഇല്ലാഞ്ഞിട്ടാണ്, എന്നാ പിന്നെ കേക്ക് കഴിച്ചൂടെ എന്ന് രാജ്ഞി ചോദിച്ചു എന്ന് നമ്മൾ ചരിത്രത്തിലൊക്കെ ഒരു തമാശ രൂപേണ വായിച്ചിട്ടുണ്ട്. അതുമാതിരി ഒരു ചോദ്യമായി പോയി ഇത്. അതേ ചീഫ് ജസ്റ്റിസ് ഇപ്പോ പറഞ്ഞത് എനിക്ക് വീഡിയോയും കുട്ടികളെ മർദ്ദിക്കുന്നത് കാണണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഇൻഡിഫറൻസ് ഇത്തരം കാര്യങ്ങളോടുള്ള നടത്തുന്ന പ്രതികരണങ്ങൾ ഒക്കെ ഈ സർക്കാർ മാത്രമല്ല ജുഡീഷ്യറിയിലെ ചില സമീപനങ്ങളും വിദ്യാർത്ഥികളെ, ഈ യങ്ങർ ജനറേഷനെ ഇങ്ങനെ ഒരു സംഗതിയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഉപരിപ്ലവമായ ബാഹ്യ കാര്യങ്ങൾ മാത്രമാണ്. അന്തർലീനമായ മറ്റു കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. അത് കാരണം ഒരുപാട് നീണ്ടുപോകും അതിലേക്ക് കടന്നാൽ. അപ്പോ ഇതിനെ അടിച്ചമർത്താം എന്നാണ് ആദ്യം സർക്കാർ കരുതിയത്. അപ്പോ അതനുസരിച്ചിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്.
പോലീസ് നെയിം ബോർഡ് ഇല്ല. യൂണിഫോം ഉണ്ട്, നെയിം ബോർഡ് ഇല്ലാത്ത പോലീസ് അല്ലാത്ത ചിലര്. മഫ്തിയിൽ പോലീസുകാരും ഇനി പോലീസ് അല്ലാത്തവരും പോലീസിന്റെ ആയുധങ്ങളുമായി അവിടെ ഉണ്ടായിരുന്നു. വീഡിയോകളിൽ നമ്മൾ കാണുന്നു വിദ്യാർത്ഥികളെ മർദ്ദിക്കാനായിട്ട്. പെല്ലറ്റ്സ് ഉപയോഗിച്ചു എന്ന് മുറിപ്പാടുകൾ കാണുന്നു. റബ്ബർ ബുള്ളറ്റ് ആണ്, ചെറിയ റബ്ബർ ബുള്ളറ്റ്, അതാണ് പെല്ലറ്റ്സ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തിരുന്നു. പിന്നെ ടിയർ ഗ്യാസ്, കുട്ടികൾ പറയുന്ന പഴക്കം ചെന്ന ടിയർ ഗ്യാസ് ആയിരുന്നു എന്ന് പറയുന്നു. പിന്നെ ഈ പെപ്പർ സ്പ്രേ പോലെയുള്ള സംഗതികൾ ഉപയോഗിച്ചിരുന്നു, അത് വല്ലാണ്ട് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഒരു മാരകമായ ഒരു അറ്റാക്ക് തന്നെയാണ് നടന്നത്. അപ്പോൾ ആ ഒരു സമ്മർദ്ദത്തില് ഈ കുട്ടികൾ, കാരണം ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായ ഒരു സംഗതി, കൂറകളല്ലേ, ഇത്തിരി മരുന്നടിച്ചാൽ പൊയ്ക്കോളും ഒരു ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ഇതിനെ സർക്കാർ സമീപിച്ചത്. അതാണ് ഈ നിലയിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഇനി നമ്മൾ ഇതേക്കുറിച്ച് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നീക്കം കൂടി. ഇത് യൂണിയൻ മിനിസ്റ്റർ, കൃഷി വകുപ്പ് മന്ത്രിയാണ് ഭഗീരഥ് ചൗധരി, ഹരിയാനയിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹത്തിന് ചില കൃഷി ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ വെള്ളരി, സാലഡ് കുക്കുംബർ എന്ന് വിളിക്കുന്ന വെള്ളരി കൃഷി ചെയ്യാനായിട്ടുള്ള സബ്സിഡി 1 കോടി രൂപയോളം അദ്ദേഹത്തിന് സ്വന്തം വളരെ വേഗം കിട്ടി എന്നാണ് സർക്കാർ സബ്സിഡി. ഓക്കെ, എവിടെയാണ് വെള്ളരി കൃഷി എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, ആ കൃഷി വകുപ്പിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു IAS സെക്രട്ടറി ആയിരുന്ന IAS ഓഫീസർ ആയിരുന്ന, അദ്ദേഹത്തിന്റെ പേര് ഒരു ഗാർഗ് എന്ന മറ്റുമാണ്, ഇവിടെയുണ്ട്, ഈ ന്യൂസിലുണ്ട്. Among beneficiaries, wife, son and mother of IAS officer. അദ്ദേഹത്തെ എന്ത് ചെയ്തിരിക്കുന്നു? അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുന്നത്. ഈ ആരോപണം നേരിടുന്ന ആളെയാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുന്നത്. പിന്നെ ഒരു നടപടി ഉണ്ടായത്, ഉപരിപ്ലവമായി ചില ഉറപ്പ് കൊടുത്തത് അത്. പിന്നെ ഒരു നടപടി ഉണ്ടായത് എന്താണ്? ഈ NTA നിന്ന് 40 പേരെ പിരിച്ചുവിട്ടു, 45 പേരെ പിരിച്ചുവിട്ടു. ആരെയാണ് പിരിച്ചുവിട്ടത്? ആ കരാർ ജീവനക്കാരെയോ ഇനി ഈ ഔട്ട്സോഴ്സ് ചെയ്ത കമ്പനിയുടെ ആൾക്കാരെയോ പിരിച്ചുവിട്ടു എന്ന് പറയുന്നതിൽ അതിലെ അർത്ഥശൂന്യത, വെറും കണ്ണിൽ പൊടിയിടാനുള്ള. അവരായിരുന്നു, അവരെ പിരിച്ചുവിട്ടാൽ മതിയാവൂ, അവരായിരുന്നു. ഇനി ഒരു നിയമം കൊണ്ടുവരുമെന്ന് പറയുന്നു, ആന്റി ലീക്ക് ലോ. അതൊക്കെ പ്രഹസനം എന്നേ ഉള്ളൂ. അത് എന്താണ് അതിന്റെ അർത്ഥം? നിയമമില്ലാത്തതല്ലല്ലോ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാത്തതല്ലേ, ഉണ്ടായിരുന്ന സിസ്റ്റം പൊളിച്ചു കളഞ്ഞതല്ലേ. വിദ്യാഭ്യാസത്തില്, ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള സിസ്റ്റങ്ങളൊക്കെ പൊളിച്ചു കളയുകയാണ്. ഇത് നമ്മൾ വിചാരിക്കും ഒരു പെട്ടെന്നുണ്ടായ ഒരു സംഗതിയാണെന്ന്, ഈ ഒരു കാര്യത്തിനുണ്ടായ സംഗതിയാണെന്ന്. അല്ല, വിദ്യാഭ്യാസ രംഗത്ത് പല കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന, പല ഘട്ടങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന, JNUലെയും ഡൽഹി സർവകലാശാലയിലെയും പ്രക്ഷോഭം, അത് കഴിഞ്ഞ് പലയിടത്തും ഉണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭം ഒക്കെ അതിന്റെയൊക്കെ തുടർച്ചയാണ് ഇത്. അതുകൊണ്ട് ഇതിനെ അടിച്ചൊതുക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല. ഒരുപക്ഷെ വലിയ സമ്മർദ്ദവും വലിയ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഒതുക്കാൻ കഴിയും. പക്ഷെ ഇത് ഇന്ത്യക്ക് അങ്ങനെ ഒരു ശ്രമമാണ് സർക്കാർ നടത്തുന്നതെങ്കിൽ എവിടെയും എത്തില്ല. ഇനി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതിരിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇത്രയും കുഴപ്പങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായെങ്കിൽ എന്താണ് അദ്ദേഹത്തോട് മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ പറയാൻ പോലും പറ്റാത്തത് അല്ല, ആ നിലയിൽ. കാരണം സംഘപരിവാറിന് എത്രയും പ്രിയപ്പെട്ട ആളാണ് അദ്ദേഹം. ഒന്ന്, ഇലക്ഷൻ മാനേജ്മെന്റിന്റെ വലിയ ഒരു ചുക്കാൻ പിടിക്കുന്ന ആളാണ്. ഇലക്ഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. ഇനി അദ്ദേഹം ഓയിൽ മിനിസ്ട്രിയിലായിരുന്ന സമയത്ത് ഉണ്ടായ ആരോപണമാണ്, സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന NGOകൾക്ക് ONGC നൽകിയ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി, CRF എന്ന് പറയുന്നത്, അത് പബ്ലിക്, സ്വകാര്യ മേഖല മാത്രം കൊടുത്ത പോലെ പബ്ലിക് സെക്ടർ കമ്പനിയും വേണം. അപ്പോൾ ONGCയിൽ നിന്ന് 1600 കോടി രൂപ ഇത്തരം ഓർഗനൈസേഷൻസിലേക്ക് ഒഴുകി എത്തി. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓയിൽ കമ്പനി ഒക്കെ നഷ്ടത്തിലാണ്. പക്ഷെ സർക്കാരിന്റെ ONGC അവരുടെ ലാഭവിഹിതത്തിൽ നിന്ന് 1600 കോടി രൂപ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ടായിട്ട് ഇത്തരം ഓർഗനൈസേഷൻസിന്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നതിന്
പല പല ആക്ടിവിറ്റീസിനായിട്ട് സോഷ്യൽ ആക്ടിവിറ്റി എന്ന് പറയുന്നു. അത് എന്താണെന്നുള്ളതൊക്കെ നമ്മുടെ പത്രക്കാർ അന്വേഷിക്കുന്നെങ്കിൽ അന്വേഷിക്കട്ടെ എന്നേ പറയാൻ കഴിയും. ഇതാണ് സ്ഥിതി. ഇനി കുട്ടികളുടെ ഒരു സമീപനം കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നത് ഇന്നും ആ നിലയിൽ നമ്മുടെ മലയാള മുഖ്യധാരാ മാധ്യമങ്ങളിൽ പോലും ആ നിലയിലൊരു ശ്രമമാണ് പലയിടത്തും കാണാൻ കഴിഞ്ഞത്. ഇതിനെ വളച്ചൊടിക്കുക മാത്രമല്ല, അവര് എന്തായി കഴിഞ്ഞിരിക്കുന്നു, സർക്കാരിന്റെ സ്തുതി പാടുക മാത്രം ചെയ്യുക. എല്ലാ മീഡിയയും അവർ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ പറയുന്ന ക്രോണി ക്യാപിറ്റലിസ്റ്റുകൾ എന്ന് പറയുന്നവരും ഇവരും കൂടി കൈയടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട. ഈ മാധ്യമങ്ങളെ വിദ്യാർത്ഥികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ കുട്ടികൾ മാധ്യമ റിപ്പോർട്ടർമാർ വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ വളരെ ഷാർപ്പായിട്ട് അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. CBSEയുടെ ഫുൾ ഫോം എന്താണെന്നൊക്കെയാണ് കുട്ടികളോട് ചോദിക്കുന്നത്. അതിനൊക്കെ കൊടുത്ത മറുപടി, ക്ലാസിക് മറുപടികൾ കുട്ടികൾ കൊടുക്കുന്നുണ്ട്. കുട്ടികൾ ഭയലേശമന്യേ തുറന്നു പറയുന്നുണ്ട്. പിന്നെ അവരെ തെറ്റിദ്ധരിപ്പിക്കാം എന്നുള്ള അവർക്ക് അവരുടേതായ വീക്ഷണവും വിലയിരുത്തലും ഒക്കെ ഉണ്ട്. ഇതിപ്പോ വിസ്മയ മോഹൻലാലിനെ കുറിച്ചൊക്കെ മറ്റു ആരോ കമന്റ് ചെയ്തതുപോലെ അവർക്ക് വിവരമില്ലാഞ്ഞിട്ടല്ല. നമ്മള് കുട്ടികൾക്കൊക്കെ വിവരമുണ്ടെന്ന് ആദ്യം അംഗീകരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഇത് അടിച്ചമർത്താനാണ് തുടർന്ന് സർക്കാർ നീക്കം എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം സർക്കാരിന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടിച്ചമർത്താനാണ് സർക്കാരിന്റെ നീക്കമെങ്കിൽ ഒരുപക്ഷെ അടിച്ചമർത്താൻ കഴിഞ്ഞേക്കും. പക്ഷെ അത് അവിടെ അവസാനിക്കില്ല. ഇത് നമ്മുടെ ഇന്ത്യക്ക് വളരെ ദോഷകരമായ പരിണതിയിലേക്ക് അത് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ആവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. യുവജന വികാരം സർക്കാർ മനസ്സിലാക്കട്ടെ, അതനുസരിച്ചിട്ടുള്ള നടപടികൾ കൈക്കൊള്ളട്ടെ. നന്ദി.